സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം വിഘ്നേശ്വരം വിഘ്നശാന്ത്यै വാണീം വാചഃ പ്രവർത്തയേ ഗുരോൻ ഗൂഢാർത്ഥവാനായ പ്രണമാമി പുനഃ പുനഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതവാരിജാതം മനുഷ്യപദ്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൃദാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾക്കിന്ന് ആരണ്യകാണ്ഡത്തിൽ 551 വരി മുതൽ 1060 വരി കൂട്ടിയ ഭാഗം പാരായണം ചെയ്യാം. ഹരി ഓം തത്സത്. ശ്രുത്വൈതൽ സ്തോത്രതാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ജടായു സംഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാംപ്രവരനി കിടക്കുന്നത് മുനിഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകൊല്ല. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിദ്ധം രാമൻ ചൊന്നതു കേട്ടു. പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വദ്യനല്ലകം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും
നിൻ തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവദ്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ. സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാമാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു താൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീവന സാമ്രാജ്യാഖില ഫലവൃക്ഷാവൃത കാനനേ ജനസംവാദ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്ഥയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കോപ്പി വിനയാന്വിതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാരരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനാമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ. ജയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നത് നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായയ്ക്കെന്നറിയ സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് എന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാ കൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജു ഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം
തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തുകണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത്. ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നും അതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംബം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലക്കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരി ഉറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങളേതുമേയുണ്ടാകൊല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേൾ, അതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്ന് മേലേ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു ചിദാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തത്പദാത്മാ ജ്ഞാനിക ത്വത്പദാർത്ഥവുമായി. ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിന് സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശനാജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിബാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രൗഘോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ. ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പിതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മദ്ഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനു കൊണ്ടുപണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം.
ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമത മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിദ്ധമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തന് ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലെ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിത് നിത്യമായി പാഠം ചെയ്കിൽ അച്ചാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ശൂർപ്പണഖാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരെത്തിരി നേരമിരും നേടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ജരജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജകുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം. പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമുഖം പൊക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ട് മീനകേതന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുട പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാനാരെന്നേ അതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരീ കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുട ഭാര്യ ഇവൾ ജനകാത്മജാ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോട് കൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ട് മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ.
ജ്ഞാനികതബോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപജ്ഞോദ്ഭവപു ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുവേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. മംഗളശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവ ഗിരിവനഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരഥം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമൊരു അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ. നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്ത് കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ട് രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്ന് വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരമുണ്ടിനിപ്പോളെന്ന് ദേവദേവനമു അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഖരവധം. രാക്ഷസപ്രവരനായ ഇടിന ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്ത് മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശു ഖരൻ. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ. വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു വിദ്യ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുമുണ്ടു
ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്ക് നാമം. ഒരു കാമിനിയുണ്ടുകൂടെ സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു. ചോര നൽകുക ദാഹം തീറുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുറ ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിയിടെന്നാൽ ഇവരാഗോദം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ. ഖരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും. ശൂലമുദ്ഗര മുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു. യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഹം പ്രയോഗിച്ചാർ. ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോദ്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശത്രൗഹം വരുന്നേരം. പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ച് മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പോയി കളഞ്ഞതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊൽനീ. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർഭണഖയും ചൊല്ലിനാൾ. അത് കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അതു നേരം. പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസും. ഘോരനാം ഖരനേവൻ ചൊന്നത് കെട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിന്നുടറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിത്. നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാമിപ്പോൾ. ധീരതയോടുമത്ര നീ ഒരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാൻ ഒരുത്തനെ പോരും ഇവരെ ഒക്കെ കൊല്ലുവാൻ. മാനസേ നിനക്ക് സന്ദേഹമുണ്ടായിടൊല. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്ന് എന്നെയാണയുമിട്ട് കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പൊക്കാൻ. ചാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ച് സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മയിൽ. തൽക്ഷണം അവയെല്ലാം ഇതു ഖണ്ഡിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതോഗ്രബാണങ്ങൾ തന്നാൽ. അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണൻ അതു നേരം ഉഗ്രസന്നിപനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം അവറ്റ രഘുവരൻ. വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4-നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ വന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായാസ നിർമ്മിതമായ കെൽപ്പേറും പരികവും ധരിച്ചു വന്നാൻ അവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി
തൽപരിഹത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമപാർത്ഥിവർത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസും രോഷേണ 3 ശരം കൊണ്ടു രാമനെയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മുറിച്ചിടിനാൻ തൃശിരസും 100 ബാണങ്ങളെയ്താൻ. അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനായുധം ബാണമെയ്താൻ. അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരാമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു വന്താടിനാൻ. അന്നേരൻ ഖാരനാദിത്യാപതേടിയിടും രഥം തന്നിലാമാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നേതു മുറിച്ചിടിനാൻ. അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ. ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്ന് ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു ദുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാൻ ആശുഖരൻ. തെറ്റെന്നു പൊടിച്ചിതു രാഘവൻ അതുമപ്പോൾ. പിന്നെയും ഗതയുമായി അടുത്താൻ ആശുഖരൻ. ഭിന്നമാക്കിനാൻ വിശികങ്ങളാൽ അതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമേതതു രഘുവരൻ വരുണാസ്ത്രേന തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തത് ഐന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈർതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചത് ഗൗഹ്യകമസ്ത്രം കൊണ്ട് ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ. ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാമൈഷീകാസ്ത്രമെയ്തത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു 3 അമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു ദുരകങ്ങളെ കൊന്ന് തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുദാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിടും നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്ന് ഇന്ദ്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരോത്തരദ്വാരേ തല തോണി പുക്കിതു വന്നു ബാണവും അതുനേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്ന് കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരരും 14,000 മരിച്ചിതു. നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാലോഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും.
മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്ന് മാനസേ പുനരവരെ വരുമതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചേടണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനീതി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്. അതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമവും. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്ന് മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം. ആനന്ദസ്വരൂപനാം നിൻ തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രസ്വപ്നാഖ്യാദ്യ അവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമാപായികളാം കാലാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദാത്മകം. പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്ത് മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൻ. വേഗേന 14 സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്ന് രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പൊണ്ണുമതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണ് കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോളെന്ന് ദേവദേവനു അരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്ന് പാപനാശനൻ അരുൾ ചെയ്ത യച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ. ആ മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരികൾ എന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും. അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്നാശുരാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്ത അംബുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ.
കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിന. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം, മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം, ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം, പശ്ചാദ്രാവണ കുംഭകർണ നിധനം. സമ്പൂർണ്ണ രാമായണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരി ഓം തത്സത്. ജയ ഗുരു.